ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. നവംബർ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. നവംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ച, അതായത് 1 തൊട്ട് 10 വരെയുള്ള കാര്യങ്ങൾ, 1-ാം തീയതി തൊട്ടിട്ട് 10-ാം തീയതി വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ഇനി നമുക്ക് 11-ാം തീയതി തൊട്ടിട്ട് 17-ാം തീയതി വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നവംബർ 11 തൊട്ട് നവംബർ 17 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാനില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: നെയിം ദ ചെയർമാൻ ഓഫ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് എക്കണോമി അഡ്വൈസറി കൗൺസിൽ ഹു പാസ്ഡ് അവേ റീസെൻ്റ്ലി. The right answer is Bibek Debroy. Bibek Debroy is the chairman of the Prime Minister's Economy Advisory Council who passed away recently. ബിബേക് ദെബ്രോയ് ആരാണ്? ബിബേക് ദെബ്രോയ് ചെയർമാൻ ഓഫ് പ്രൈം മിനിസ്റ്റേഴ്സ് എക്കണോമി അഡ്വൈസറി കൗൺസിൽ അല്ലേ. പ്രൈം മിനിസ്റ്ററിൻ്റെ എക്കണോമിക് അഡ്വൈസറി കൗൺസിലിലെ ചെയർമാൻ ആയിരുന്നു ബിബേക് ദെബ്രോയ് എന്ന് പറയുന്നത്. അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. സാഹിത്യ വിദ്യാഭ്യാസ മേഖലകളിലെ സംഭാവനകൾക്ക് അദ്ദേഹത്തിന് 2015 പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആസൂത്രണ കമ്മീഷന് പകരം നരേന്ദ്രമോദി സർക്കാർ രൂപീകരിച്ച നീതി ആയോഗിലെ ഒരു അംഗമായിരുന്നു ആര്? ബിബേക് ദെബ്രോയ്. അദ്ദേഹം മഹാഭാരതത്തിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ 10 വോളിയങ്ങളായിട്ട് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മഹാഭാരതത്തിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ. ഓക്കെ, അടുത്ത ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം. ജോയിന്റ് സ്പെഷ്യൽ ഫോഴ്സസ് ഗരുഡ ശക്തി എക്സസൈസ് ബിഗാൻ റീസെൻ്റ്ലി ബിറ്റ്വീൻ വിച്ച് 2 countries? ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഗരുഡ ശക്തി നടക്കാൻ പോകുന്നത്? ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ. ദ സ്പെഷ്യൽ ഫോഴ്സസ് ഗരുഡ ശക്തി എക്സസൈസ് ബിഗാൻ റീസെൻ്റ്ലി ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. ഹു വാസ് അവാർഡ് ദ എഴുത്തച്ഛൻ അവാർഡ് ഓഫ് 2024? 2024 എഴുത്തച്ഛൻ അവാർഡ് നേടിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഈസ് NS മാധവൻ. NS മാധവൻ വാസ് അവാർഡ് ദ എഴുത്തച്ഛൻ അവാർഡ് ഓഫ് 2024. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. വെൻ ഈസ് നാഷണൽ യൂണിറ്റി ഡേ സെലിബ്രേറ്റഡ് എവറി ഇയർ? എന്നാണ് നാഷണൽ യൂണിറ്റി ഡേ? ഒക്ടോബർ 31 നാഷണൽ യൂണിറ്റി ഡേ. അതിൻ്റെ തീം എന്താണ്? ഒക്ടോബർ 31 നാഷണൽ യൂണിറ്റി ഡേ അല്ലേ. എന്താണ് അതിൻ്റെ തീം? എന്താണ്? റൈഗാഡ് ഫോർട്ട്. റൈഗാഡ് ഫോർട്ട് ഈസ് ദ തീം ഫോർ നാഷണൽ യൂണിറ്റി ഡേ 2024. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. വേർ വാസ് ഇന്ത്യാസ് ഫസ്റ്റ് ഹെലികോപ്റ്റർ ആംബുലൻസ് ലോഞ്ച്? എവിടെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഹെലികോപ്റ്റർ ആംബുലൻസ് ലോഞ്ച് ചെയ്തത്? എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. എവിടെയാണ്? എയിംസ് ഋഷികേശ്. AIIMS ഋഷികേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ ഹെലികോപ്റ്റർ ആംബുലൻസ് ലോഞ്ച് ചെയ്തത്. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം. ഡൂമോ ബോക്കോ ഹാസ് ബീൻ എലക്റ്റഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് വിച്ച് കൺട്രി റീസെൻ്റ്ലി? അല്ലേ, ഡൂമോ ബോക്കോ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് ഈ ഇടയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് ചോദ്യം. ഏത് രാജ്യത്തിൻ്റെ? ബോട്സ്വാനയാണ് കേട്ടോ. ഡൂമോ ബോക്കോ ഹാസ് ബീൻ എലക്റ്റഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ബോട്സ്വാന. ഈ ബോട്സ്വാനയുടെ ഔദ്യോഗിക നാമം, ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് ബോട്സ്വാന എന്നാണ്. ആഫ്രിക്കൻ വൻകരയുടെ തെക്ക് ഭാഗത്തുള്ള കരയാൽ ചുറ്റപ്പെട്ട രാജ്യമാണ് ബോട്സ്വാന. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബോട്സ്വാനയുടെ പേര് ബെക്യുനലാൻഡ് എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ബോട്സ്വാന എന്ന പേര് സ്വീകരിച്ചത്. സ്വാതന്ത്ര്യം കിട്ടിയത് 1966 സെപ്റ്റംബർ 30 ബോട്സ്വാന സ്വതന്ത്രമായത്. രാജ്യത്തെ ഏറ്റവും വലിയ ഗോത്രവർഗം എന്ന് പറയുന്നത് സെറ്റ്സ്വാനയിൽ നിന്നാണ് ബോട്സ്വാന എന്ന പേര് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. അവിടെ ദേശീയ മുദ്രാവാക്യം ഈശ്വാന എന്നുള്ളതാണ്. അതായത് മഴ എന്ന അർത്ഥം വരുന്ന ഈശ്വാന എന്നുള്ളതാണ് ദേശീയ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ദേശീയ ഗാനം ദിസ് ലാൻഡ് ഓഫ് അവേഴ്സ്, ഈ കുലീന ഭൂമി അനുഗ്രഹീതമാവട്ടെ എന്നുള്ളതാണ് അവിടുത്തെ ദേശീയ ഗാനം എന്ന് പറയുന്നത്. ഓക്കെ, ബോട്സ്വാനയുടെ തലസ്ഥാനം ഗാബ്രോൺ ആണ്. അവിടുത്തെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഒരു ഔദ്യോഗിക ഭാഷയാണ്. ദേശീയ ഭാഷ സെറ്റ്സ്വാനയാണ്. ഓക്കെ, ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? ഇംഗ്ലീഷും സെറ്റ്സ്വാനയാണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. നാഷണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് സെറ്റ്സ്വാനയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഏഴാമത്തെ ചോദ്യം. വിച്ച് നാഷണൽ പാർക്ക് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഡൈവേഴ്സിറ്റി ഹബ്? വിച്ച് നാഷണൽ പാർക്ക് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഡൈവേഴ്സിറ്റി ഹബ്? ഇസ് റൈറ്റ് ആൻസർ ഏതാണ്? കാസിരംഗ നാഷണൽ പാർക്ക്. കാസിരംഗ നാഷണൽ പാർക്ക് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഡൈവേഴ്സിറ്റി ഹബ്. കാസിരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിലാണ്? അസമിലാണ് അല്ലേ. അസമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക്. അത് 1974 രൂപീകൃതമായത്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വംശനാശ ഭീഷണി നേരിടുന്ന ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിൻ്റെ വാസസ്ഥലം എന്ന നിലയിലാണ് കാസിരംഗ നാഷണൽ പാർക്ക് ലോക പ്രസിദ്ധമാകുന്നത്. ലോകത്താകെയുള്ള കാണ്ടാമൃഗങ്ങളിൽ 2 ഭാഗവും ഇവിടെയാണ്, കാസിരംഗയിലാണ് കാണപ്പെടുന്നത്.
നമ്മൾ പറഞ്ഞു കാസിരംഗ നാഷണൽ പാർക്ക് അസമിലാണെന്ന് പറഞ്ഞു അല്ലേ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ടിയുടെ ആകൃതിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് അസം അല്ലേ. ചുവന്ന നദികളുടെയും നീലക്കുന്നുകളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് അസം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനവും അസം തന്നെയാണ്. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. അപ്പോൾ ടി എന്ന ആകൃതിയുള്ള സംസ്ഥാനമാണ്. ചുവന്ന നദികളുടെയും നീലക്കുന്നുകളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. പിന്നെന്താ പറഞ്ഞത്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനമാണ്. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് അല്ലെ. അഹോം രാജവംശ ഭരണം നടത്തിയിരുന്ന സംസ്ഥാനമാണ്. അഹോസ് കലാപം നടന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. ബോഡോ ഭാഷ പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ്. പ്രാചീന കാലത്ത് കാമരൂപ എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനമാണ്. പ്രാചീനകാലത്ത് പ്രസിദ്ധമായിരുന്ന ജാപ്പി തൊപ്പികൾ നിർമ്മിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത് അസം. അസം നിലവിൽ വന്നത് 1956 നവംബർ 1 തലസ്ഥാനം ദിസ്പൂരാണ്. അടുത്ത സംസ്ഥാന മൃഗം എന്തായിരിക്കും? നമ്മൾ കാസിരംഗ നാഷണൽ പാർക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു നമ്മൾ അസമിൽ. അപ്പോൾ സംസ്ഥാന മൃഗവും ഇത് തന്നെയാണ്, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം തന്നെയാണ്. സംസ്ഥാന പക്ഷി വൈറ്റ് വിങ്ഡ് ഡക്കാണ് അവിടുത്തെ സംസ്ഥാന പക്ഷി ഇവിടുത്തെ അസമിൽ. കിഴക്കിന്റെ പ്രകാശ നഗരം എന്നറിയപ്പെടുന്ന ഗുവാഹത്തി എവിടെയാണ്? അസമിലാണ് അല്ലേ. ഗുവാഹത്തിയുടെ പഴയ പേര് ജ്യോതിഷപുരം എന്നായിരുന്നു, പ്രാഗ് ജ്യോതിഷപുരം എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ കിഴക്കിന്റെ പ്രകാശ നഗരം എന്നറിയപ്പെടുന്ന ഗുവാഹത്തി എവിടെയാണ്? അസമിലാണ്. ഗുവാഹത്തി നഗരം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര അസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് അല്ലേ. കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടോ? എന്താ പറഞ്ഞത്? കിഴക്കിന്റെ പ്രകാശ നഗരം എന്നറിയപ്പെടുന്നതാണ് ഗുവാഹത്തി. ഗുവാഹത്തിയുടെ പഴയ പേരെന്തായിരുന്നു? പ്രാഗ് ജ്യോതിഷപുരം എന്നായിരുന്നു. ഗുവാഹത്തി നഗരം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് അസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ്. ബ്രഹ്മപുത്രയുടെ പഴയ പേര് ലൗഹിത്യ എന്നായിരുന്നു കേട്ടോ. ലൗഹിത്യ എന്നുള്ളതാണ് ബ്രഹ്മപുത്രയുടെ പഴയ പേര്. ഇനി അസമിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഗോപിനാഥ് ബർദോളിയാണ്. ഗോപിനാഥ് ബർദോളിയുടെ പ്രത്യേകത എന്താണ്? വടക്കു കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഭാരതരത്നം നേടിയത് ഗോപിനാഥ് ബർദോളിയാണ് കേട്ടോ. അപ്പൊ ഗോപിനാഥ് ബർദോളിയുടെ പ്രത്യേകത എന്താണ്? അസമിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. എന്നാൽ വടക്കു കിഴക്കൻ ഇന്ത്യയിൽ നിന്നും ആദ്യമായി ഭാരതരത്നം നേടിയത് ഗോപിനാഥ് ബർദോളിയാണ്. അസം ഗവർണർ സ്ഥാനത്തിരുന്ന മലയാളി ആരായിരുന്നു? അസം ഗവർണർ സ്ഥാനത്തിരുന്ന മലയാളിയാണ് കെ ശങ്കരനാരായണൻ. 2009 ജൂൺ 26 തൊട്ട് ജൂലൈ 26 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത്. അപ്പോൾ കെ ശങ്കരനാരായണൻ ആരാണ്? അസം ഗവർണർ സ്ഥാനത്തിരുന്ന മലയാളിയാണ് കെ ശങ്കരനാരായണൻ. ഇവിടെ കാസിരംഗ നാഷണൽ പാർക്ക് മാത്രമല്ലേ ഉള്ളത്. മനാസ് നാഷണൽ പാർക്ക് ഉണ്ട്, ഓറഞ്ച് നാഷണൽ പാർക്ക് ഉണ്ട്, നമേരി നാഷണൽ പാർക്ക് ഉണ്ട്, ദിബ്രു സൈക്കോവ നാഷണൽ പാർക്കും അസമിലുണ്ട്. അതുപോലെ തന്നെ അസമിൽ പ്രത്യേകത വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SRPF എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ റൈനോ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന പേരിൽ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സേനയെ രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കേട്ടോ അസം. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. Who has won the Best Central Banker Award of US based Global Finance Magazine? അതായത് US ആസ്ഥാനമായ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ്റെ ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്കർക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഈസ് ശക്തികാന്ത ദാസ്. അതായത് RBIയുടെ ഗവർണറായിട്ടുള്ള ശക്തികാന്ത ദാസിനാണ് US ആസ്ഥാനമായിട്ടുള്ള ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ്റെ ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്കർക്കുള്ള പുരസ്കാരം നേടിയത്. ആഗോളതലത്തിൽ 2024 A ഗ്രേഡ് ലഭിച്ച 3 സെൻട്രൽ ബാങ്കർമാരിൽ 1ാം സ്ഥാനമാണ് ശക്തികാന്ത ദാസിന് ലഭിച്ചത്. ഡെൻമാർക്കിന്റെ ക്രിസ്ത്യൻ കെറ്റൻ തോംസൺ, സ്വിറ്റ്സർലൻഡിന്റെ തോമസ് ജോർദൻ എന്നിവരാണ് 2ഉം 3ഉം സ്ഥാനത്തുള്ളത്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. വാട്ട് ഡസ് PMJAY സ്റ്റാൻഡ്സ് ഫോർ? എന്താണ് PMJAY എന്ന് പറയുന്നത്? പ്രൈം മിനിസ്റ്ററിന്റെ ഒരു സ്കീമാണ് അല്ലേ. എന്ത് സ്കീമാണ്? ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് അല്ലേ. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ളതാണ്. 70 വയസ്സിന് മുകളിലുള്ള എല്ലാ സീനിയർ സിറ്റിസൺസിനും നൽകുന്ന ഒരു ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് PMJAY എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ഫുൾ ഫോം? എന്താണ്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. PMJAY സ്റ്റാൻഡ്സ് ഫോർ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന.
അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം. വേർ വിൽ ദ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 ബി ഹെൽഡ്? എവിടെയാണ് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടക്കാൻ പോകുന്നത് എന്നാണ് ചോദ്യം. എവിടെയാണ് നടക്കാൻ പോകുന്നത്? സിംഗപ്പൂരിൽ വെച്ചിട്ടാണ്. ആരൊക്കെ തമ്മിലാണ്? ഗുഗേഷും ഡിംഗ്ലറിനും തമ്മിലാണ്. നവംബർ 25 ടു ഡിസംബർ 13 സമയത്തൊക്കെ ആയിരിക്കും വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്ത്. നവംബർ മാസത്തിലെ 2ാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ളൊരു വ്യക്തമായി മനസ്സിലാണെന്ന് പ്രതീക്ഷിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.